അമ്മ തണലത്ത് വന്നൂടെ, എന്തിനാ വെയില് കൊള്ളണേ? ആണോ? ഒരു വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമുണ്ടോ? അമ്മ മാസ്ക് ഒന്ന് താഴ്ത്താൻ പറ്റുമോ? ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അമ്മയുടെ പേരെന്താ? പുഷ്പ. പുഷ്പ. എത്ര വയസ്സായിട്ടുണ്ട് അമ്മയ്ക്ക്? 74 വയസ്സ്. ഈ പ്രായത്തിൽ ഇപ്പൊ ഇങ്ങനെ ലോട്ടറി വിൽക്കാൻ കാരണം എന്താ? വീട്ടില് മക്കളൊന്നുമില്ലേ? മക്കളുണ്ട്. ഒരു ഇളയ മോൻ മരിച്ചുപോയി. അതിന്റെ ഭാര്യയും കുട്ടികളും ഞാനും അടങ്ങുന്ന വീടാണ്. ഒറ്റ മോനുള്ളായിരുന്നോ? ഇല്ല, ഒരു മോനും കൂടി ഉണ്ട്. അത് വേറെ താമസിക്കാണ്. അതിന് 2 പെൺകുട്ടികളാണ്. അതിന് ഹാർട്ടിന്റെ അസുഖമുണ്ട്. ഇത് ഇളയതും ഹാർട്ട് അറ്റാക്ക് ആയിട്ടാണ് മരിച്ചത്. കുടുംബം നോക്കാൻ വേണ്ടി അമ്മ പോയിട്ട് വേണം. കുടുംബം ഞാൻ ഈ ഇളയ മോന്റെ വീട് മാത്രം. അവരുടെ ഭാര്യക്ക്, ഇളയ മോന്റെ ഭാര്യക്ക് ജോലി എന്തെങ്കിലും ഉണ്ടോ? അത് ബേക്കറിയിൽ പോകും. സങ്കടം തോന്നി വെയിലും കൊണ്ട് നിൽക്കുന്ന കണ്ടപ്പോ. ഇവിടെ വീട് തൊട്ടടുത്ത് തന്നെയാണോ? അല്ല, കുഞ്ഞിത്തൈ. ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് അങ്ങോട്ട്? പിന്നെ 13 രൂപ. ആണല്ലേ. മോൻ മരിച്ചിട്ട് ഇപ്പൊ എത്ര നാളായി അമ്മ? ആഗസ്റ്റ് 8 3 വർഷമാണ്. 3 വർഷമായി അല്ലേ. പക്ഷെ അമ്മക്ക് ഈ തണലത്ത് എവിടെയെങ്കിലും നിന്നൂടെ? വെയില് കൊണ്ടിട്ട് തണലത്ത് നിന്നാണ് നിൽക്കണ. ആണല്ലേ. അല്ല, മുഖത്തൊക്കെ വെയിലടിച്ച് അവിടെ നിന്ന് കണ്ടപ്പോഴേ. എത്ര രൂപയുടെ ലോട്ടറി വിൽക്കും ഒരു ദിവസവും? 60 എണ്ണം വിൽക്കും. 60 എണ്ണം വിറ്റ് അമ്മയ്ക്ക് എത്ര കിട്ടും? 300 ചില്ലാൻ രൂപ ഉണ്ടാവും. ഒരെണ്ണത്തിന് 2 എണ്ണം എടുക്കുന്നത് കഴിഞ്ഞാൽ അതും ഉണ്ടാവൂല. ഒരെണ്ണത്തിന് ചിലര് ഒരെണ്ണം എടുക്കണേലും 2 എണ്ണം എടുക്കും. ഇങ്ങനെ കാറിലോട്ട് വണ്ടിയിലോട്ട് ചോദിച്ചു കഴിഞ്ഞാ ചിലര് തോന്നണം 6 ടിക്കറ്റ് എടുക്കും. പൈസ വരില്ല എന്നാണ് പറയണേ. പൈസ ചിലപ്പോ 2 എണ്ണം എടുത്തിട്ട് ഒരെണ്ണത്തിന്റെ പൈസ വരുള്ളൂ. അങ്ങനെ പറ്റിച്ചു അങ്ങനെയുണ്ട്. പിന്നെ ഇന്നാള് ഈ കഴിഞ്ഞ ദിവസം ഒരുത്തൻ ടിക്കറ്റ് നമ്പർ മാറ്റി ഒട്ടിച്ച് എൻ്റെ അടുത്ത് 1000 രൂപ തടിച്ചുകൊണ്ട് പോയി. പിന്നെ ഒരുത്തൻ വന്ന് ടിക്കറ്റ് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് 300 രൂപയുടെ ടിക്കറ്റാണ് അത്. നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മേടിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 4 ടിക്കറ്റ് കൊണ്ടുപോയി അവനെ. അതെനിക്ക് ഭയങ്കര, ഈ ഒരെണ്ണമൊക്കെ പോണതല്ല, അതെനിക്ക് ഭയങ്കര വിഷമമായി. എന്താണെന്ന് വെച്ചാൽ നമ്മളത്രയും ദുരിതമായിട്ടാണ് ഈ നടക്കുന്നത്. കാര്യം ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ കിട്ടുന്നുണ്ട്. ഞാൻ നിർമ്മാണ തൊഴിലാളിയായിരുന്നു. അപ്പോൾ ആ പെൻഷൻ കിട്ടുന്നുണ്ട്. എന്നാലും നമ്മൾ ഒരു നിവൃത്തിയുണ്ടെങ്കിൽ ഇതിന് ഇറങ്ങൂലല്ലോ. പക്ഷെ എന്താ ചെയ്യുക, എല്ലാവരും ഒരേപോലെ അല്ലല്ലോ അമ്മ. നിങ്ങളുടെ അവസ്ഥ ഓർത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ലോട്ടറി തട്ടിയൊക്കെ പോകും ആരെങ്കിലും. 1500 രൂപയുടെ ടിക്കറ്റാണ് കൊണ്ടുപോയത്. അതെനിക്ക് ഭയങ്കര വേദന തന്നെയായിരുന്നു. മോൻ മരിച്ചു എന്ന് പറഞ്ഞില്ലേ? അവർക്ക് എത്ര മക്കളാണ്? ആ മോന് 2 പിള്ളേര്. അവരേത് ക്ലാസ്സിലാണ്? ഒരാള് +2 ആയിട്ട് പഠിക്കണില്ല, ഒരാള് 10 പഠിക്കണം. ആൺകുട്ടികളോ പെൺകുട്ടികളോ? മൂത്തത് പെൺകുട്ടി, ഇളയത് ആൺകുട്ടി. അത് ഇളയത് ബോൾ കളിക്കാനൊക്കെ പോകും. ഇവിടെ ഈ ഭാഗത്തേക്ക് വെയിലായി. ഒന്നും കൂടെ അമ്മ അങ്ങോട്ട് മാറി നിൽക്കുവോ? എന്താ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുന്നു. ഇവിടെ വണ്ടി സൈഡാക്കാനുള്ള ഗ്യാപ്പില്ല, വൺ വേ ആണിത്. അത് കുഴപ്പമില്ല. അമ്മയ്ക്ക് സ്വന്തമായിട്ട് വീടില്ല? വീടുണ്ട്. 4 സെന്റ് സ്ഥലത്തിലാണ് ഞങ്ങൾ താമസിക്കണ കോളനി. ഗവൺമെന്റ് തന്ന 4 സെന്റ് സ്ഥലമാണ് പഞ്ചായത്ത്. അതിൽ എൻ്റെ മോൻ മരിച്ച് ആ പ്രളയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 4 ലക്ഷം രൂപ കിട്ടി. പിന്നെ എൻ്റെ അടുത്ത് പൈസ ഉണ്ടായതും എൻ്റെ കയ്യിലുണ്ടായ സ്വർണ്ണമൊക്കെ വിറ്റ് ഞങ്ങൾ അതിൽ പെര പണിതിട്ട് അതിൽ എൻ്റെ മോനെ കൊണ്ടുവന്ന് ഒരു ദിവസം പോലും എൻ്റെ മോന് കിടക്കാൻ പറ്റില്ല. അതിന് മുമ്പ് എൻ്റെ മോൻ മരിച്ച്. ആ ഒരു വിഷമം എൻ്റെ മനസ്സിലിങ്ങനെ. സങ്കടപ്പെടണ്ട. മനുഷ്യന്റെ ആയുസ് ഇപ്പൊ ഞാനീ സംസാരിക്കണം, ഞാൻ എത്ര ദിവസം ഉണ്ടാവും പറയാൻ പറ്റില്ല. പോണ വഴിക്കോ ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും പറ്റാം. അങ്ങനെ പറയരുത് മക്കളല്ല. അതില് അമ്മ സങ്കടപ്പെടണ്ട. എല്ലാവരും ഒരിക്കൽ മരണപ്പെട്ടു പോയില്ലേ. പോട്ടെ. ഇത് ചാനലിൽ കൊടുക്കുമ്പോണ്ട്. ചാനലിൽ കൊടുത്ത വല്ല ദോഷമുണ്ടോ? ഒരു ദോഷമില്ല അമ്മ. അമ്മയുടെ ഒരു ആഗ്രഹം എന്താന്ന് പറഞ്ഞ്, ആഗ്രഹിച്ചിട്ട് നടക്കാത്തൊരു കാര്യം എന്താ? എന്നെ കൊണ്ട് സാധിച്ചു തരാൻ പറ്റുന്നതാണെങ്കിൽ എനിക്ക് ആഗ്രഹിച്ചിട്ട് ഒന്ന് കൃഷ്ണന്റെ അനുഗ്രഹം കൊണ്ട് ഒന്ന് എനിക്കൊരു എൻ്റെ മക്കൾക്ക് 3 പേർക്കും വീടുണ്ടാകണമെന്ന് മാത്രമേ ഉണ്ടായുള്ളൂ. അത് ആഗ്രഹം നടന്നു. പിന്നെ ഇനി എനിക്കിപ്പോ എന്തൊരു ആഗ്രഹമില്ല മോനെ. അമ്മ ഈ വയസ്സാം കാലത്ത് ലോട്ടറി വിൽക്കേണ്ട ആവശ്യം
ശരിക്കും ഉണ്ടോ? കാരണം മരുമകൾ ജോലിക്ക് പോകുന്നില്ലേ? അത് ബേക്കറി പോയാൽ എന്ത് കിട്ടാനാണ് മോനെ. ഞങ്ങൾക്ക് ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്നു. പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ കടമൊക്കെ ഞാൻ ഒരുവിധം തീർത്ത്. ഇപ്പോഴും ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ആധാരം ഞങ്ങളുടെ SNDP ഇരിക്കുകയാണ്. എത്ര രൂപയ്ക്കാണ് അത് വെച്ചിട്ടുള്ളത്? അത് 65,000 രൂപയായിട്ട് വേണം ഇനി. 65,000 രൂപ അല്ലേ? അല്ലാതെ വേറെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ. ഇത് വിറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഇതുണ്ട്. ഒരു 74 വയസ്സുകാരിയുടെ കഥയാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലും മറ്റുമായി നിറഞ്ഞു നിന്നത്. ലോട്ടറി വിറ്റ് കുടുംബം പുലർത്തുന്ന 74-കാരിയായ ഒരു അമ്മയെക്കുറിച്ച് 2 ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു വാർത്ത വന്നത്. സുശാന്ത് നിലമ്പൂർ തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ വാർത്ത പങ്കുവച്ചത്. വിശ്രമിക്കേണ്ട പ്രായത്തിൽ പൊരിവെയിലത്ത് കഷ്ടപ്പെടുന്ന ഒരമ്മ. എറണാകുളം ജില്ലയിലെ പറവൂർ വടക്കേക്കര പഞ്ചായത്തിൽ കുഞ്ഞിത്തൈ എന്ന സ്ഥലത്തെ 4 സെന്റ് കോളനിയിലാണ് ഈ അമ്മ താമസിച്ചിരുന്നത്. പണ്ട് മുതലേ നിർമ്മാണ തൊഴിലാളികളായിരുന്നു ഇവർ. ഹൃദ്രോഗം ബാധിച്ച് ഇവരുടെ മകൻ മരണപ്പെടുകയായിരുന്നു. തുടർന്ന് കൊച്ചുമകളെ സംരക്ഷിക്കേണ്ട ചുമതല ഈ അമ്മയ്ക്കായി. മരണപ്പെടുന്ന സമയത്ത് ഒരുപാട് കടങ്ങളും അവൻ ബാക്കിയാക്കിയിരുന്നു. തന്റെ കൊച്ചുമകളെ അത്രയധികം ഇഷ്ടപ്പെടുന്ന ഇവർ ചുട്ടുപൊള്ളുന്ന വെയിലിനെ പോലും വകവയ്ക്കാതെ ലോട്ടറി കച്ചവടത്തിന് ഇറങ്ങിത്തിരിച്ചു. ഈ അമ്മയുടെ മുന്നിൽ ആ നിമിഷങ്ങളിൽ തന്നെ തളർത്തുന്ന ചുട്ടുപൊള്ളുന്ന വെയിലായിരുന്നില്ല, മറിച്ച് കൊച്ചുമകളുടെ നിഷ്കളങ്ക മുഖം മാത്രമായിരുന്നു. ലോട്ടറി വിൽപ്പനയിലൂടെ മകൻ വരുത്തിവെച്ച കടങ്ങളിൽ ഒരുപാട് ഇവർ അടച്ചു തീർത്തു. പിന്നെയും ഇവർ അശ്രാന്ത പരിശ്രമത്തിൽ തന്നെയായിരുന്നു. SNDPയുടെ നേതൃത്വത്തിലുള്ള ധനസഹായ സംഘത്തിൽ ബാക്കി അടയ്ക്കാനുള്ള തുകയും പലിശയും അടക്കമുള്ളവ അടച്ചു തീർക്കുകയും തന്നെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന വീട് പുലർത്തുകയും ആ അമ്മ ചെയ്തത് തീർക്കേണ്ട വലിയ കാര്യങ്ങൾ തന്നെയായിരുന്നു. 74-ാം വയസ്സിലും ഇത്തരത്തിൽ കഷ്ടപ്പെടുന്ന അമ്മയുടെ വാർത്ത ഡൽഹിയിൽ പാർലമെന്റ് സമ്മേളനത്തിനിടെയാണ് സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടൻ തന്നെ അദ്ദേഹം നാട്ടിലുള്ള മകൻ ഗോകുൽ സുരേഷിനെ വിവരമറിയിച്ചു. ഗോകുലിനോടും പറവൂരിനടുത്ത് കൊടുങ്ങല്ലൂർ നിവാസിയായ തന്റെ സെക്രട്ടറി സിനോജിനോടും ഇവരെക്കുറിച്ച് അന്വേഷിച്ചറിയാൻ ചുമതലപ്പെടുത്തി. സുരേഷ് ഗോപി പറഞ്ഞതനുസരിച്ച് ഗോകുൽ സുരേഷും സിനോജും കുഞ്ഞിത്തൈയിലുള്ള ഇവരുടെ വീട് കണ്ടുപിടിച്ചു. ആ അമ്മയെയും കൂട്ടി ലോൺ അടയ്ക്കാനുള്ള ധനകാര്യ സ്ഥാപനത്തിൽ പോയി ബാക്കി അടയ്ക്കാനുള്ള തുകയും പലിശയും അടക്കം 74,000 രൂപ അടച്ചു തീർക്കുകയും ചെയ്തു. തുടർന്ന് ആധാരം തിരിച്ചെടുത്ത് ആ അമ്മയുടെ കൈകളിൽ വച്ചുകൊടുത്തു. ഒരു പുതിയ ജീവിതം തന്നെയാണ് അവർ ആ അമ്മയുടെ കൈകളിൽ യഥാർത്ഥത്തിൽ വച്ചുകൊടുത്തത്. ഇത്തരത്തിൽ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ തന്നെയാണ് നടനും MP-യുമായ സുരേഷ് ഗോപി നേരത്തെയും ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്ത അദ്ദേഹത്തെ ജനങ്ങൾ നെഞ്ചിലേറ്റാൻ കാരണമായി. ഡൽഹിയിൽ നിന്നും താൻ തിരിച്ചു വരുന്നത് വരെ പോലും ആ അമ്മ കഷ്ടത അനുഭവിക്കരുത് എന്ന് സുരേഷ് ഗോപി ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് തിരിച്ചു വരുന്നത് വരെ പോലും കാത്തു നിൽക്കാതെ എല്ലാം ചെയ്യാൻ മകനെ തന്നെ ഏർപ്പാടാക്കിയതും. ജീവിതത്തിൽ ഇത്രയധികം സന്തോഷ നിമിഷം ആ അമ്മയ്ക്കൊരു പക്ഷേ ഉണ്ടായിട്ടുണ്ടായിരിക്കില്ല. ജീവിതം തന്റെ മുന്നിൽ നിന്നും പുനഃസൃഷ്ടിച്ചതുപോലെയുള്ള അനുഭവമായിരിക്കും ഒരുപക്ഷെ ആ അമ്മയ്ക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്ത് തന്നെയായാലും ഈ അമ്മയെപ്പോലെ നിരവധി അമ്മമാരെയും സഹോദരിമാരെയും സഹോദരന്മാരെയും ഒക്കെ സഹായിച്ച ഒരു നന്മമരം തന്നെയാണ് സുരേഷ് ഗോപി എന്നാണ് അദ്ദേഹത്തെ അടുത്തറിയാമെന്നുള്ള എല്ലാ പേരും പറയുന്നത്. ഒരു സിനിമാ നടനായാലും MP ആയാലും ആ ഒരു താര പ്രൗഢിയോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ ആ ഒരു പ്രൗഢിയോ ഒന്നും കാണിക്കാതെ സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് തന്നെയാണ് സുരേഷ് ഗോപിയുടെ പ്രത്യേകതയും.